നിങ്ങളെവിടാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെവിടാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെവിടാ പ്രാർത്ഥിക്കുന്നത്? ദൈവം എവിടാ കേൾക്കുന്നത്? എവിടാ പ്രവർത്തിക്കാൻ പോകുന്നത്? എവിടെയോ ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ പോവാ. ദൈവമക്കൾ എവിടെയോ എവിടെയോ ദൈവത്തിന്റെ ഒരു ചലനം ഉണ്ടാകും. എവിടെയോ ദൈവം ശക്തമായി ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. പ്രതികൂലം ആരുണ്ട്? ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് മാറ്റാൻ പോവുക. ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് വെട്ടാൻ പോവുക. ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് കളയാൻ പോവുക. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമായെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മുകളിൽ നസ്രയനിൽ ഇറങ്ങാൻ വേണ്ടി പോവുക. പ്രൈസ് ദി ലോർഡ്. നിന്നോട് പറ്റത്തില്ല എന്ന് പറയുന്നത് ദൈവം ഇന്ന് ചെയ്യാൻ പോവുക. നിന്നോട് നടക്കത്തില്ല എന്ന് പറയുന്നത് ദൈവം ഇന്ന് ചെയ്യാൻ പോവുക. വിശ്വാസത്തോടെ ആർക്ക് ഹല്ലേലൂയ സൗഖ്യം വേണോ അവൻ ഇറങ്ങണം. ദൈവം ഒരു സൗഖ്യം, ദൈവം ഒരു സൗഖ്യം, ദൈവം ഒരു വിടുതൽ, ദൈവം ഒരു ഉത്തരം, ദൈവം ഒരു ശക്തി നിന്റെ ശരീരത്തിന്റെ മണ്ഡലത്തിൽ ദൈവം തരാൻ പോവുക. ആരെല്ലാം ഇവിടെ ഇന്ന് രോഗികളുണ്ടോ? ഏത് കാര്യത്തിൽ നിനക്ക് രോഗമുണ്ടോ? നീ വിശ്വാസത്തോട് അവിടോട്ട് കൈ ഒന്ന് വെച്ചേ. നീ ഒന്ന് കൈവച്ചേ. നീ ഒന്ന് കൈവച്ചേ. ആ രോഗത്തിന്റെ ഭാഗത്തിൽ ഒന്ന് കൈവച്ചേ. ഇന്ന് നടന്നേയുള്ള ബാക്കി കാര്യം, ഇന്ന് ശക്തി പ്രാപിച്ചേയുള്ള ബാക്കി കാര്യം. ഈ പാടുന്ന പാട്ടിന്റെ ശക്തി ഇവിടെ ഇറങ്ങണം. ശക്തി ലഭിക്കട്ടെ. ശക്തി ലഭിക്കട്ടെ. ഇന്ന് തൊട്ട് ശക്തിയാൽ നടക്കും, ബലത്താൽ നടക്കും. പിശാചിന് ഇനി അവകാശമില്ല. നിന്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശമില്ല. ദൈവം ഇന്നത്തെ രാത്രിയിൽ നിന്നെ തൊട്ടിട്ടുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് തൊട്ട് നടത്താൻ പോവുക. നിങ്ങൾക്ക് ചപ്പിയാൻ പറ്റുമോ അറിയത്തില്ല.
വിശ്വാസത്തോടെ നിങ്ങൾ ഇവിടെ വന്നത് 3 മാസം കഴിഞ്ഞ ഇന്ന് ഇന്നിക്കുന്നത് പോലും സംസാരിച്ച് കഴിഞ്ഞ രാത്രിയിൽ നിന്നെ ഞാൻ ഇന്ന് എഴുന്നേൽപ്പിക്കും. സംസാരിക്കത്തില്ലായിരുന്നു, കണ്ണടച്ച് ചില മാസങ്ങൾ കിടന്നു. ആഹാരം ഇപ്പോഴും ശരിക്കും ആഹാരം ഇറക്കത്തില്ല, കഴിക്കത്തില്ല. എങ്കിലും ദൈവം എന്നെ ഇത്രത്തോളം എനിക്ക് ഒന്നും പറയുന്നില്ല. എൻ്റെ അപ്പന് നന്ദിയല്ല. യേശുവാ ചെയ്തത്. ആരാ ചെയ്തത്? സാറേ ആരാ ചെയ്തത്? പറഞ്ഞ യേശു. ആരാ ചെയ്തത്? ആരാ ചെയ്തത്? ആരാ ചെയ്തത്? യേശു ചെയ്തു. ഇന്നത്തെ രാത്രിയിൽ എന്റെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവമക്കളെ ഒന്നുമില്ല. നിങ്ങളുടെ കണ്ണുകളെ കണ്ടിട്ട് നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുണ്ട്. ഇതൊന്നും തുടക്കമാ. ഇത് വെറും തുടക്കമാ. യേശുവിനെ കുറിച്ചൊന്ന് പറയും. ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ട്രാക്ടർ ഒരാൾക്കെങ്കിലും കൊടുക്കാതെ ഞാൻ മടങ്ങി വരത്തില്ല വീട്ടിൽ. കർത്താവ് എന്താ ഇങ്ങനെ എനിക്ക് സംഭവിച്ചതെന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അവിടെയൊക്കെ കർത്താവ് പലപ്പോഴും എന്നോട് തിരിച്ചു മറുപടി പറയാതെ ഇന്ന സമയങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ, ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞു പോവാം. കഴിഞ്ഞ ഒക്ടോബർ 1 തീയതി പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൊരു ബലഹീനത വരികയും എൻ്റെ ചെറിയ കോടുന്നതും ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ കോടിക്കോടി വരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നാക്കുകൾക്ക് ബലം കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, നെഞ്ചിനകത്ത് അസ്വസ്ഥത വരുന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ ജോസ്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ ചെന്നവർ എനിക്ക് വേണ്ടുന്ന രോഗപ്രകാരമുള്ള വൈദ്യസഹായങ്ങളൊക്കെ ചെയ്തതെങ്കിലും എനിക്ക് അതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് എനിക്ക് ആവശ്യമാകുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും അവർ ചെയ്തു. അവരെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും പറയുവാൻ പറ്റത്തില്ല, നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക. അത് മുസ്ലിം ഡോക്ടറായിരുന്നു. അങ്ങനെ സംസാരിച്ചു, വളരെ ഭാരത്തോടെ വന്നു. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് കിടപ്പിലെ അവസ്ഥയിലേക്ക് മാറുവാനൊക്കെ ഇടയായി.
ഏകദേശം 4 മാസക്കാലം ഞാൻ കിടന്ന് എൻ്റെ ശരീരം അനങ്ങാൻ വയ്യ. എനിക്കൊന്നും അറിയത്തില്ല. ലോകപ്രകാരമുള്ള ഒന്നും എനിക്ക് കാണുവാനോ കേൾക്കുവാനോ ഒന്നും കഴിയത്തില്ല. ഭക്ഷണം കഴിക്കുന്നില്ല. വെള്ളം ഇറക്കിയ സൈഡിൽ കൂടെ പോകുന്നു. ജീവന് എന്റെ നഷ്ടപ്പെട്ടു. നമ്മളൊരു അബോധാവസ്ഥയിൽ ഒരു വ്യക്തി കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് വന്നിരുന്ന പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചോണം, അവരെ അബോധാവസ്ഥ കിടന്നാൽ അവർക്ക് ഉള്ളിലൊരു ഉൾബോധം ദൈവം തന്നിട്ടുണ്ട്. കേൾവിക്ക് നമുക്ക് കുറവുണ്ടായിരുന്നില്ല. എല്ലാം നമുക്ക് നന്നായി അറിയാം, നന്നായിട്ട് അറിയാം. അപ്പൊ പലരും പല രീതിയിലൊക്കെ സംസാരിച്ച അനുഭവങ്ങളൊക്കെ എനിക്ക് കേൾക്കാം, എനിക്ക് പ്രതികരിക്കാനോ സംസാരിക്കാനോ ഒന്നുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. മരിച്ചു കിടക്കുക. അപ്പൊ പിന്നെയും രണ്ടാമത് അത് കഴിഞ്ഞ് പിന്നെയും ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് ആംബുലൻസിലെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴൊക്കെ ഡോക്ടർമാർ രണ്ടാമത്തെ ഇപ്പൊ കഴിഞ്ഞ 8 വന്നപ്പോ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇയാൾ കണ്ണൊക്കെ തുറന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ദൈവം എത്ര വലിയവനാണ്. ആ ഡോക്ടർ ഞങ്ങൾക്ക് പോയ ഡോക്ടറെ തന്നെ എല്ലാവരും പറയും ചെല്ലുമ്പോൾ പല ദിവസങ്ങളിൽ പല ഡോക്ടേഴ്സിനെ, പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്നെ നോക്കിയ ഡോക്ടറെ തന്നെ കാണുമ്പോൾ തക്കോണം ദൈവം ഇടയാക്കി. ഇങ്ങനെ ഇരിക്കുകയാണ് കർത്താവിന്റെ വലിയ മഹത്വം പിന്നെയും എൻ്റെ മേൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കോണം ഇടയായി. അപ്പൊ ഞാൻ ആ അബോധാവസ്ഥയിലാണെങ്കിലും ഞാനും എൻ്റെ കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്കെല്ലാം കർത്താവ് കാണിക്കുന്നുണ്ട്, ദൂതന്മാരെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം. ഇപ്പൊ അത് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പൊ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം സന്തോഷങ്ങൾ അനുഭവിക്കാൻ ഞാൻ എന്താ കിടന്ന് ചിന്തിക്കുന്നു. എനിക്ക് പുറവുമായിട്ട് ബന്ധമില്ല, എനിക്ക് അകവുമായിട്ട് നല്ല ബന്ധം കർത്താവിനുണ്ടായിരുന്നു. കർത്താവുമായിട്ട് അങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു, ഇവിടെ ചർച്ചിലൊക്കെ ഞങ്ങളുടെ ആത്മീയ മാതാവും പിതാവുമാണ് ഞങ്ങളുടെ വെങ്കാസിന് കുടുംബം. ഇതിന് ശേഷമായിട്ട് എൻ്റെ സഭാ വിശ്വാസി ഇവരൊക്കെ ആവശ്യമായ എല്ലാ കൈത്താങ്ങളും ഞങ്ങളുടെ സങ്കടത്തിലൊക്കെ അവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ഒരു സഭയായത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഞാൻ അല്പം ഒന്ന് ചാരി എന്നെക്കൊണ്ട് ചിരിത്തുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്രൂസേഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വലിയ വേദന. ഞാൻ എങ്ങനെ പോകും? എനിക്ക് പോകണം, ഞാൻ എങ്ങനെ പോകും? അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഘടന എനിക്കൊരു വീൽ ചെയറും. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വണ്ടിയെ പോകും? ഇങ്ങനെ പറയുന്ന സമയത്താണ് നമുക്ക് സഭയുടെ ജീവസംഘടന കുടുംബം അതിന് മുന്നിട്ട് നിന്നു. എന്നെ ഡെയിലി കഴിഞ്ഞ ദിവസം ഈ പകൽക്കാലം വരെ കടന്നു ഒരുപാട് ദൈവം സഹായിച്ചു. ഞാൻ ചുരുക്കത്തിൽ പറയുന്ന സമയത്തിന്റെ കുറവുണ്ട്, അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അവിടുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിച്ചു. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ബൈക്കിലായിരിക്കുന്നു. ഇപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇന്ന് എനിക്കൊരു വിടുതൽ കിട്ടുമോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നോടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെയും ഞാൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ ചന്ദ്രരോഗം ബാധിച്ച കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ്, നിന്റെ ദിവസം ഇന്നല്ല നാളെയാ, നിങ്ങൾ കടന്നു വരാനില്ല, അവരെ കൂടി ഇത് വിശ്വസിക്കണം. അങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്തി നിർത്തി. പിന്നെ നീ വിശ്വസിക്കണം, പൂർണ്ണതയിൽ നീ വരാമെങ്കിൽ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുമെന്ന് കർത്താവ് ഇവരുടെ വിട്ടു. അപ്പൊ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ല നീ പൂർണ്ണതയിലേക്ക് മടങ്ങി വരണം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ ഗ്രൗണ്ട് വിടുന്ന സമയത്ത് നമ്മുടെ സുബിൻ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, മോനെ ഇന്നല്ല നാളെ എൻ്റെ ദിവസമാണ്, ഞാൻ വിശ്വസിച്ചോന്നങ്ങ് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ രാത്രി കടന്നു, കർത്താവ് ഞാൻ വിശ്വാസത്താൽ അതങ്ങ് പറഞ്ഞു ഇത്രയും സംഭവിക്കണം. അന്നേരം എനിക്ക് പിന്നെ ഒരു അവിശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ 2:30 സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ എന്നോട് ഇടപെടുവാൻ തൊക്കോണേ, നീ വിശ്വസിക്കണേ. നമ്മൾ വിശ്വസിച്ചാൽ ഒന്നും നടക്കാത്ത ഒരു കാര്യവുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അന്ന് ഒരു വിശ്വാസത്തെ കുറിച്ച് മാത്രം മെസ്സേജുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ വെളിച്ചം എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതായിട്ടിരിക്കുന്നത്. ഒരു സൂര്യന്റെ തേജസ്സിനപ്പുറമായ ഒരു വെളിച്ചത്തെ ഞാൻ കാണുവാൻ തൊക്കെയാണ് ഇടയായി. അങ്ങനെ തട്ടാൻ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൂടെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല നോർമൽ അല്ല. എങ്ങനെയായത് ഒന്നും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ 5-ാമത്തെ ദിവസം ഇവര് എന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തിയപ്പം പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവ് നടക്കുമോ ഇന്ന് വരുന്നതും? അങ്ങനെ ദൈവം തമ്പുരാൻ പിന്നെ എന്നോട് ഇടപെടും, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ലാസറിനെ കുറിച്ച് എന്നോട് ദൈവം ഇടപെട്ടു. അപ്പൊ ലാസർ മരിച്ചല്ലോ, മാറ്റം വമിച്ചല്ലോ. ആ 4-ാമത്തെ ദിവസം അല്ലയോ ആ കല്ലറയിൽ ചെല്ലുന്നത്. ജീവനുള്ളവനായി ഞാൻ പുറത്തു കൊണ്ടുവന്നു.
അങ്ങനെ എന്നോട് പിന്നെയും ദൈവാത്മാവ് ഇടപെടുവാൻ തക്കോണം ഇടയായി. അപ്പം ഞാൻ കുറച്ചുകൂടെ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ മൈക്കിന് അപ്പം പ്രശ്നം ഉണ്ടായി. ഇപ്പൊ താഴോട്ട് ദേവാസന ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഇത് നന്മയ്ക്കാ എൻ്റെ അടുത്ത് ദേവാസം താഴെ ശുശ്രൂഷിക്കുന്നത് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പറയുന്നതൊക്കെ ഇടയായി. അവിടെ നിന്ന് ഇങ്ങനെ എന്നപ്പോൾ ആദ്യത്തെ വചനം സംസാരിച്ച് അങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ദേവാസം നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എൻ്റെ തലമുടിയെ എനിക്ക് നന്നായി അറിയാം, ഒരു വെയിറ്റ് പോലെ വന്നിട്ട് എൻ്റെ ശരീരത്തിൽ ആ വെയിറ്റ് വന്ന് തൂങ്ങി നിൽക്കുക. എനിക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റും. ഈ കൈ ചലിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത് ചലിപ്പിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ രജനി സിസ്റ്ററുടെ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ എനിക്കുണ്ടാകുന്ന ആ അനുഭവം എൻ്റെ നാട്ടിലെല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുക. ഈ അവസ്ഥകളാണല്ലോ ഞാൻ കേൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു വിഷയം, എനിക്ക് പൂർണ്ണതയിലേക്ക് കടന്നു വരുവാത്തേ. അപ്പൊ എന്റെ കാല് എനിക്ക് തോന്നുന്നു ചലിക്കുന്നതായിട്ട് എനിക്ക് എന്തോന്ന് അറിയാം. പക്ഷെ ക്രിസ്റ്റോ അവിടെ നിന്ന് സംസാരിച്ചപ്പം പറഞ്ഞു, ഞാൻ കണ്ടു എന്റെ കാലിന്റെ വിരലുകളൊക്കെ ചലി. പക്ഷെ എനിക്കതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ ആത്മീയ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റതാണോ, എന്നെ ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിച്ചതാണോ, ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആ സമയത്തും എല്ലാം ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. പിന്നെ നീ അനേകർക്ക് സാക്ഷിയുള്ളവളായി നിൽക്കണം. നീ ഭവനത്തിലുള്ളവരാ, അതെങ്കിൽ ഇരിക്കുവാൻ ഉള്ളവളല്ല. നീ എഴുന്നേൽക്കും. നിന്റെ നരിയണയെ ഞാൻ ഉറപ്പിക്കാൻ പോകും. ഹൃദയത്തിലായത് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയ എനിക്കത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്താ എങ്ങനെയാന്ന് പോലും എനിക്കത് ഇപ്പോഴും ഞാനൊരു നോർമൽ അല്ല ആ അവസ്ഥയില്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അനേകരുടെ ഫോൺ കോൾ രാത്രി വരുവാനൊക്കെ ഒന്ന് ഇടയായി. ഇതെന്തോ സംഭവിച്ചത്? ഇത് ഉള്ളതാണോ, അടങ്ങതാണോ? ഞാൻ പറയാം, ഇത് ജീവനുള്ള സാക്ഷിയായിട്ട് ഞാൻ വന്നിപ്പോ നിൽക്കുക നിങ്ങളുടെ മുന്നില്. ഇത് സത്യമാ. നിങ്ങൾ അങ്ങനെ നിങ്ങളും കടന്നു പോയി നിങ്ങളുടെ ക്രൂസായിട്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പലരോടും പറയുമെന്നൊക്കെ ഒന്ന് ഇടയായി. അപ്പൊ അങ്ങനെ നിന്ന് തമ്പുരാനാണെങ്കിൽ എന്നോട് പിന്നെ ഇടപെടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ വിശ്വാസം നീ ഒരിക്കലും കൈവിടരുത്, നീ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ നിന്നെ ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നു. എനിക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ ഇനി ഒരു കഷ്ടതയിലായി പോവാനോ പിശാച് എന്നെ കൈകളിലെടുത്ത് നടുവാൻ ഒന്നുണ്ടേ. പിശാചിന് ഇടം കൊടുക്കാതെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ദൈവഭയത്തിന് കർത്താവിന് ഇനി എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്ത്, എനിക്കറിയാം എനിക്ക് എന്നെയും കൂടെ കർത്താവിന് ഇനി ഒരുപാട് ചെയ്യിക്കാനുണ്ട്. അതെല്ലാം ചെയ്ത് എന്റെ കർത്താവിന്റെ സന്നിധി ചെല്ലുവാനുള്ള ഒറ്റൊരാഗ്രഹത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ നാമം ദിവസങ്ങൾ ഒത്തിരി മാമപ്പെടും. പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡ് ഒരുപാട് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാ നോക്കുന്ന അതുപോലെ എന്റെ എല്ലാ കഷ്ടതയിലും എന്നോടൊപ്പം നിന്നുകൊണ്ടാ ആ ദൈവപ്രവൃത്തി എന്റെ ശരീരത്തിലൊക്കെ കാണുന്നതൊക്കെ ഇടയിൽ ചില നാള് കിടന്നെന്റെ ശരീരം ഒന്ന് പൊട്ടുവാൻ ഒന്നും ദൈവം അനുവദിച്ചില്ല. അനേക ഈ സ്റ്റേജ് സമയങ്ങളിൽ ഇട്ടേച്ചു പോകുന്നവരൊക്കെ കൊല്ലുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ ലോകപ്രകാരം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ ദൈവത്തിന്റെ നാമം അവിടെയൊക്കെ ജയെടുപ്പാൻ തക്കോണം ഇടയാക്കിയ ദൈവത്തിന് ഞാൻ നന്ദി പറയും. ദൈവമക്കളും ദേവാസിനും കുടുംബവും ദൈവസഭയൊക്കെ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു. ദൈവ ഉറവയ്ക്കാൻ സ്തോത്രം ചെയ്യുന്നു, ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. പിന്നെ ഞങ്ങളെ എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവകരങ്ങളിലേക്ക് പാർക്കണം. ഈ ഒരു അത്ഭുത വിടുതല് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നത് പുറമെ ആ ശബ്ദം ആർക്കും കേൾക്കാനോ നമ്മൾ പറയുന്നതിന് തിരികെ മറുപടി പറയാനോ ഈ സഹോദരിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവർ പറയുന്നത് ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ ചെന്നാൽ സംസാരിക്കാറില്ല. കാരണം കണ്ണു തുറക്കാതെ നമ്മൾ കണ്ടതാണ് ഭക്ഷണം കഴിക്കാതെ മാസങ്ങളോളം അസ്ഥി പൊടിയുന്ന ഒരു രോഗം. അതായത് വണ്ടാന ഹോസ്പിറ്റലിലെ റിസൾട്ട്, അതുപോലെ തന്നെ ജോസ്കോ ഹോസ്പിറ്റലിലെ റിസൾട്ട് ഉള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഒന്ന് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് തിരുമിക്ക് അല്ലെങ്കിൽ ആയുർവേദശാലയിൽ ഒന്ന് പോകും. അവർ ചാങ്ങത്ത് ആയുർവേദശാലയിൽ പോയി. പക്ഷേ അവിടെ ഡോക്ടർ ആ റിപ്പോർട്ട് കണ്ടിട്ട് ഇവരുടെ ശരീരത്തെ തൊടാൻ സമ്മതിക്കുന്നില്ല. കാരണം അസ്ഥി പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന, അസ്ഥി ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്നറിയാമോ? അത്രമാത്രം 2-3 മാസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ആ വീൽ ചെയറിൽ ഇവിടെ 2-3 ദിവസത്തെ മീറ്റിംഗിൽ വന്നിട്ട്
അന്ന് രജനി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് അന്നൊന്നും ഈ വിഷയമൊന്നും അറിയുന്നില്ല. അരുൾ തോമസിന് ഈ വിഷയം അറിയത്തേയില്ലായിരുന്നു. പക്ഷെ ആ രജനി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ കർത്താവ് അയച്ച വിടുതലിന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ക്രിയ ചെയ്യാൻ തുടങ്ങി, അവിടെ വിശ്വസിക്കാൻ തുടങ്ങി, അവിടെ അത്ഭുതം ചെയ്ത് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. വീൽ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തുള്ളി ഇവിടെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് പകൽ നമ്മൾ ആ സാക്ഷ്യം കേട്ടു, ഇന്ന് പകൽ കണ്ടു. ഇന്ന് യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇത് പറയുമ്പോഴൊക്കെ പോയി കണ്ടവർക്കറിയാം. ഞാൻ ജോസാന ഒത്തിരി നമ്മളെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കരഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത് കണ്ടിട്ടുള്ള ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷിയാണോ ഒന്നുകൂടെ ബലം. കാരണം ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഇവിടെ ക്രൂസൈഡ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മരണം ഒന്നും അവിടെ സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിന് ചിന്തിച്ചു. ആ കേസ് അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു. അത്രത്തോളം ഞാൻ പറയട്ടെ. പക്ഷെ ഭാരപ്പെട്ട ഒരു വിഷയത്തിനകത്ത് ഈ സഹോദരിയെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പിന്നിലെ കാരണം കൂടെ പറയാം. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഈ ക്രൂസൈഡ് ഇവിടെ 2003 ആരംഭിച്ചു. ഏകദേശം ഒരു 5-8 വർഷമായി കാണും അല്ലേ? ഒരു 5-8 വർഷത്തിന് അടുത്ത് കാണും. ഈ കുടുംബമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുതരുന്നത്. എല്ലാ ദിവസവും 10, 30, 40 പേർക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആ വീട്ടിൽ നിന്ന് ഒരുക്കി ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നവർക്കും മറ്റുള്ളവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഭവനം. അവരുടെ ഇല്ലായ്മയിൽ അവർ കർത്താവിനെ സേവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. പറഞ്ഞല്ലോ, ഒരു ട്രാക്റ്റെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ഹൃദയത്തിലെ ഒരു വാഞ്ച. പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോൾ, ഞങ്ങൾ ക്രൂസിന് വന്നപ്പോൾ ഒന്നും ഈ സഹോദരി സംസാരിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നത് മതി, ഇനി ഒരു കാര്യത്തിലും നിങ്ങൾ അതിനെപ്പറ്റി ഭാരപ്പെടുകയോ ചിന്തിക്കുകയൊന്നും വേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം എത്ര വിശ്വാസമാണെന്നറിയാമോ? ഈ പ്രാവശ്യത്തെ ക്രൂസൈഡ് ദൈവത്തിന് സ്തോത്രം, 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഇന്ന് വരെയുള്ള സകലർക്കും, അതായത് ഒരു ദിവസം ഒരു 200-300-ലധികം 300-ൽ താഴെ 200-300 ഇടയ്ക്കുള്ള ഭക്ഷണം ഓരോ ദിവസവും കൊടുത്ത ഒറ്റ കുടുംബമാണ്. അതിനുവേണ്ടി ഒരു കുടുംബത്തെ ദൈവം അപ്പം മറുഭാഗത്ത് ഒരുക്കി. ആ ജോറണ്ടിച്ചാന്റെ കുടുംബത്തിനായി ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു പിറുപിറുപ്പുമില്ല, ഒന്നുമില്ലാതെ. ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അത് കർത്താവുമായിട്ട് അവരെടുത്ത ഒരു ഉടമ്പടി, ഒരു തീരുമാനമാണ്. ഓരോ ദിവസവും രുചികരമായ നല്ല ഭക്ഷണം കൊടുക്കുവാനുള്ള മനസ്സ് കാണിച്ച ഒറ്റ കുടുംബം. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം കർത്താവിന് വേണ്ടി ചെയ്തതിന് വേണ്ടി എന്താ ചെയ്തെന്നറിയാമോ? 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പെട്ടെന്ന് ഒരാൾ വായിച്ചു. പെട്ടെന്ന്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ പറ്റിയിരുന്ന ചില പ്രവർത്തികൾ ചില നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഒരു വിടുതൽ നിന്റെ കൂടാരത്തിൽ ദൈവം ചെയ്യും. അത്രേ ഉള്ളൂ. ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവം അത് പ്രവർത്തിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അടുത്ത വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് കഷ്ടത വരുന്ന ഒരു സമയത്ത് ദൈവം പറഞ്ഞത്, ഞാൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, നീ എന്നോട് പറ്റിയിരുന്ന് എനിക്ക് വേണ്ടി നീ ചിലത് ചെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ടത വരുന്ന സമയത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ വചനത്തിനായി ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഇവിടെ റീനുവാറ്റി എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം, ഇന്നലകളിൽ കർത്താവിന് വേണ്ടി ചെയ്തത് മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇന്ന് പകൽ വിശ്വസിക്കണം, നമ്മുടെ ഒരു വിശ്വാസം വർദ്ധിക്കണം. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കർത്താവ് നമ്മെ മാനിക്കും. ഞാൻ 2003 നമുക്കറിയാം, വളരെ ചുരുങ്ങിയ വ്യക്തികളുമായി മാത്രം എന്റെ കൂടെ നിൽക്കുന്ന ഒരു സമയം, ഒരംഗത്വം എങ്ങും എടുക്കാതിരിക്കുന്ന ഒരു സമയം. ഇവിടെ ഒരു വീട്ടിന്റെ ഇവിടെയുള്ള ഒരു ഫ്രണ്ടിലുള്ള ഒരു സ്ഥലത്താണ് 2003 ക്രൂസൈഡ് നമ്മൾ നടന്നത്. വിശ്വാസം അന്നും 7 ദിവസത്തെ മീറ്റിംഗ്. എന്തോ കണ്ടോണ്ടാ 7 ദിവസമൊക്കെ നടത്തുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എടുത്ത് ചാടി ചെയ്തു. പക്ഷെ കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് അതിന്മേലിരുന്നു. അന്ന് തുടങ്ങി കർത്താവെ സ്വന്തമായ ഒരു സ്ഥലം തരണമേ. ഞാൻ പറയാൻ പറഞ്ഞ ഒറ്റ വിഷയമുള്ളൂ. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചിടുന്ന അഭിഷേകത്തിന്റെ മേൽ, വാഗ്ദത്തത്തിന്റെ മേൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് മറുപടി നൽകി മാനിക്കും. ഇവിടെ ഇന്ന് പകൽ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് വന്നിരിക്കുന്നു, ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം, കർത്താവ് വിടിവിക്കുന്നവനാണ്. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം, നമ്മളെല്ലാം ഭയപ്പെടുത്തിയ ഒരു വിഷയമായി, ഭയങ്കര നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു വിഷയമായി ഒരു തീപിടുത്തം എന്ന് പറയുന്നത്. ഒരു അറിയുന്നതിനുള്ള ഒരു തടി മാത്രമുള്ള നിറഞ്ഞൊരു വീട് ഒന്ന് കത്തിയാൻ ചൂട്ട് കത്തി എരിയുന്ന പോലെ കത്തിപ്പോകുന്ന ഒരു ഭാഗം. പക്ഷേ കർത്താവ് വലിയ വിഷയങ്ങളൊന്നും വരാതെ, ഒരു പോറലോ ഒരു പൊള്ളലോ ഏൽക്കാതെ, ഒരു തീപ്പൊരി വീഴാതെ ദൈവം വിടുവിച്ച്. അങ്ങനെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ ഇന്നിവിടെ ക്രൂസൈഡ് കാണത്തില്ല. പക്ഷേ കർത്താവിനറിയാം, പിശാച് എത്ര കെട്ടിയാലും അഴിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അന്നുണ്ടായ ഒരു കാലിനൊരു വേദന വന്നു. ആ കാലിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും
അന്ന് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, ആമേൻ ദൈവത്തിന് സ്തോത്രം, ആമേൻ ആമേൻ സ്പൈനൽ കോഡ് അല്പ പ്രശ്നം, ആമേൻ ഇവിടെ ആമേൻ ഒന്ന് ആമേൻ ബൾജ് ചെയ്തിരിക്കുന്ന അവസ്ഥ ആകെ, ആമേൻ അതിനകത്തെ ആമേൻ സന്ദേശം, അതായത് MRI സ്കാനിലെ സന്ദേശം വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും, ജോസൻ സാക്ഷിയാണ് ആ ഡോക്ടർ പറഞ്ഞത്, ആമേൻ ഒരു നിമിഷം പോലും നിൽക്കാനോ വെയിറ്റ് എടുക്കാനോ നടക്കാനോ പാടില്ല, ആമേൻ 1.5 മാസം റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ദിവസം പോലും റെസ്റ്റ് ചെയ്യാതെ ഇതിനു വേണ്ടി ഓടുവാൻ, ആമേൻ ദൈവത്തിന് സ്തോത്രം, ദൈവം നൽകിയ കൃപ, ദൈവം നൽകിയ സൗഖ്യം, ഞാൻ അത് വിശ്വസിക്കുന്നു. ആമേൻ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ കൃപ അനുഭവിക്കുന്നുണ്ട്. എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാവിലെ ഈ ക്രൂസൈഡ് ഞാൻ ഇടയ്ക്ക് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് പൂർത്തീകരിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ കരമടിച്ച് ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാണ്. ദൈവം എത്ര വലിയവനാണ്.